ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള ഉസ്താദന്മാരെ, നമ്മൾ യോഗ്യതാ പരീക്ഷ ചെയ്തിട്ട് എങ്ങനെയാണ് ഇപ്പോൾ കുട്ടികളെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. യോഗ്യതാ പരീക്ഷ മുഖേന നമ്മളെ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡല്ലാത്ത ഇതര സ്ഥാപനങ്ങളിൽ വരുന്ന കുട്ടികളെ യോഗ്യതാ പരീക്ഷ മുഖേനയാണ് നമ്മൾ മദ്രസയിലേക്ക് അഡ്മിഷൻ കൊടുക്കേണ്ടത്. അതെങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ലിങ്കൊക്കെ നമ്മളെ ഗ്രൂപ്പിലും അതുപോലെ തന്നെ മദ്രസൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അടുത്ത ഭാഗത്തും കാണാം അഡ്മിഷൻ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ലിങ്ക്. ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനത്തെ ഒരിതാണ് നിങ്ങൾക്ക് കാണുക. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോം, ഇപ്പോൾ ഇതുപോലെ ഏതെങ്കിലും കുട്ടീനെ അഡ്മിഷൻ ചെയ്ത ഫോം വീണ്ടും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ അടിയിൽ കണ്ടോ ഫാദർ, മൊബൈൽ നമ്പർ, സ്റ്റുഡൻറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, അതടിച്ചിട്ട് ഡൗൺലോഡ് ഫോം അടിച്ചാൽ ആ ഫോം നിങ്ങൾക്ക് വീണ്ടും കിട്ടും. അപ്പം ഇനി ഞാനൊരു കുട്ടീനെ ഇപ്പോൾ ഇവിടെ യോഗ്യതാ പരീക്ഷ മുഖേനയാണ് ഇവിടെ അഡ്മിഷൻ ചെയ്യണത്. എങ്ങനെയെന്നുള്ള കാണിച്ചു തരുന്നത്. നേരെ ഈ സെലക്ട് മദ്രസ എന്നുള്ള ബട്ടൺ നെക്കി കൊടുക്കുക. നമ്മളെ മദ്രസൻ്റെ നമ്പറൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ആ മദ്രസൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. മദ്രസൻ്റെ പേര് ഇവിടെ കാണിക്കും. അതിൻ്റെ അടിയിൽ പ്രൊസസ്സർ ടു അഡ്മിഷൻ ഫോം എന്നുള്ളതിൽ ആ നീല ബട്ടണ് ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മദ്രസൻ്റെ പേര്, അവിടുത്തെ സദർ മുഅല്ലിമിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ടാവും. അതിൽ ഞാനിപ്പോൾ ഇവിടെ 4ാം ക്ലാസ്സിക്കാണ് ഇപ്പോൾ ജസ്റ്റ് ഒരു കുട്ടീനെ ഇവിടെ യോഗ്യതാ പരീക്ഷ വെച്ചിട്ട് ചെയ്യണത്. 4ാം ക്ലാസ്സിക്ക് അഡ്മിഷൻ ടൈപ്പ് എന്നുള്ള ഭാഗത്ത് അതർ എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. ന്യൂ എന്നത് 1ാം ക്ലാസ്സിക്ക്, TC എന്നത് TC മുഖേന വരുന്ന കുട്ടികൾക്ക്, അതർ എന്നത് യോഗ്യതാ പരീക്ഷ വെച്ച് ചെയ്യേണ്ട വീഡിയോക്കെ യോഗ്യതാ പരീക്ഷ വെച്ച് ചെയ്യണീനൊക്കെ അതർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ അതർ എന്നടിച്ച് ഇനി കുട്ടീൻ്റെ പേര് ഇവിടെ നിന്ന് അടിച്ചു കൊടുത്ത് അതിൻ്റെ താഴെ ഫാദറിൻ്റെ നെയിം ഇവിടെ അടിച്ചു കൊടുത്ത് മൊബൈൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുത്ത് പിന്നെ ഇവിടെ ഫാദറിൻ്റെ ജോലി എന്താണെന്നുള്ളത് ഇവിടെ അടിച്ചു കൊടുത്ത് മദർ നെയിം ഇവിടെ അടിച്ചു കൊടുത്ത് മദറിൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുത്ത് ആധാർ നമ്പർ ഇവിടെ തൽക്കാലം ഒരു നമ്പർ അടിച്ചു കൊടുത്തേക്കണേ. പിന്നെ ആൺകുട്ടിയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോൾ ഒരു 9 വയസ്സേലും ആകണ്ടേ. അപ്പോൾ 19/2015 കൊടുക്കുന്നുണ്ട്. 15, 10, 25, 2016 കൊടുക്കുന്നുണ്ട്. 2016 2/4/2016 കൊടുത്ത് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്തെങ്കിലും ജസ്റ്റ് ചെയ്യാനൊന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫോട്ടോ ചോദിക്കുന്നുണ്ട്. കുട്ടിയുടെ ഫോട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടില്ല. ഞാൻ തൽക്കാലം ഇപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് വെറുതെ ഒരു ഫോട്ടോ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫോട്ടോ കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടികളെന്താവില്ല, കയറൂല. ഇനി പിൻകോഡ് ഇവിടെ അടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. ആ പിൻകോഡിൻ്റെ സ്ഥലം ഞാനിവിടെ മണ്ണാർക്കാട് നിന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ മണ്ണാർക്കാട് തന്നെ ഒരുപാട് ആ പിൻകോഡ് നമ്പറിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്. അതിന് ഞാനൊരു സ്ഥലം സെലക്ട് ചെയ്ത് ഇനി വാപ്പാൻ്റെ പേര് എന്നുള്ളിടത്ത് രക്ഷിതാവിൻ്റെ പേര് എന്നുള്ളിടത്ത് ഫാദർ തന്നെയാണെങ്കിൽ ഫാദർ എന്നുള്ള ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഫാദർ എന്നുള്ള ഓപ്ഷൻസ് അവിടെ വരും. അങ്ങനെ ഞാനിപ്പോൾ ഇതൊക്കെ ഏകദേശം അതൊക്കെ എല്ലാം ഫില്ല് ചെയ്തതിൻ്റെ ശേഷം അടിഭാഗത്ത് സബ്മിറ്റ് അഡ്മിഷൻ റിക്വസ്റ്റ് എന്നുള്ള ഭാഗത്തു നിന്ന് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ആ ഇതെന്തായി റിക്വസ്റ്റ് പൂർത്തിയായി. അപ്പോൾ ആ ഫോം നമുക്ക് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നമ്മളെ അഡ്രസ്സൊക്കെ വെച്ച് നമ്മൾ ചെയ്ത ആ ഫോം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി എവിടെയാണ് യോഗ്യതാ പരീക്ഷൻ്റെ ഫോം കൊടുക്കേണ്ടത്? നമ്മൾ നേരെ മദ്രസൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുക. മദ്രസൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് മദ്രസൻ്റെ യൂസർ നെയിമും പാസ്വേഡും എടുക്കുക. അപ്പോൾ ഇവിടെ അഡ്മിഷൻ റിക്വസ്റ്റ് എന്ന് കാണാം. അതിലിവിടെ ഏറ്റവും മുകളിൽ ഇപ്പോൾ ഞാൻ ചെയ്തത് ഇതവിടെ കാണിക്കുന്നുണ്ട്. അതിലിവിടെ അപ്രൂവ് എന്ന് നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്രൂവ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ക്ലാസ് 4 ഇവിടെ ഡിവിഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. മദ്രസകളിൽ പല ഡിവിഷനുണ്ട്. ഇനി നമ്മളിവിടെ അറബിയിൽ നമ്മളെ പേരൊന്ന് എഴുതി കൊടുക്കണം. ആ കുട്ടികളുടെ പേര് അറബിയിൽ എന്ത് ചെയ്യണം, ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കണം. ഞാൻ അതിപ്പോൾ എൻ്റെ പേര് തന്നെയാണ് എഴുതിക്കുന്നത് കേട്ടോ. ഇവിടെ വാപ്പാൻ്റെ പേരും അറബിയിലൊന്ന് എഴുതി കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി അഡ്മിഷൻ ഡേറ്റ് ഞാനിപ്പോൾ ഇന്നത്തെ ഡേറ്റാണ് ഇവിടെ കൊടുക്കുന്നത്. 1/4/2026. അഡ്മിഷൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ഒരു ജസ്റ്റ് ഒരു നമ്പർ കൊടുക്കുകയാണ്. കറക്റ്റ് എത്രയെന്നുള്ളത് നോക്കിയിട്ടൊക്കെ വേണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അടിഭാഗത്ത് ആഡ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. ആഡ് എന്നുള്ളത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്വാളിഫിക്കേഷൻ എക്സാം ഫയൽ എന്നതിൻ്റെ മുകളിൽ കണ്ടാം. ഇവിടെ സെലക്റ്റഡ് എന്ന് കൊടുക്കുക. സെലക്റ്റഡ് എന്നുള്ള ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ 3 ഓപ്ഷൻ കാണിക്കും.
ഏറ്റവും മുകളിൽ കൊടുക്കേണ്ടത് വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് പ്രൊമോഷന് വേണ്ടിയിട്ട് അപേക്ഷിച്ച കുട്ടികൾക്ക് അവിടുന്ന് ഒരു കത്ത് തരും. പ്രൊമോഷൻ ലെറ്റർ എന്ന് പറഞ്ഞൊരു കത്ത് തരും. ഇപ്പോൾ 5ാം ക്ലാസ്സിലൊക്കെ 2 കൊല്ലം അല്ലെങ്കിൽ തീരെ ജയിക്കാൻ സാധ്യതയില്ലാത്ത കുട്ടികൾക്കൊക്കെ പൊതുപരീക്ഷൻ്റെ അപ്പുറത്തെ ക്ലാസ്സിക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ഓഫീസിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കത്ത് എഴുതണം. കമ്മിറ്റിൻ്റെ ലെറ്റർ പേഡിൽ കുട്ടിൻ്റെ രജിസ്റ്റർ നമ്പർ, പേര് കൃത്യമായിട്ട് എഴുതിയിട്ട് കുട്ടി ജയിക്കാൻ സാധ്യതയില്ലാത്ത പഠന വൈകല്യമുള്ള കുട്ടിയാണ്, അതുകൊണ്ട് ഈ കുട്ടിയെ തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ അനുവദിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് കമ്മിറ്റിൻ്റെ ലെറ്റർ പേഡിൽ എഴുതിയിട്ട് അത് ഓഫീസിൽ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കണം. നേരിട്ട് കൊണ്ടുപോയി കൊടുത്താൽ ഓരോ നമുക്കൊരു പ്രൊമോഷൻ ലെറ്റർ എന്നുണ്ട് ലെറ്റർ തരും. ആ ലെറ്റർ തരും. അതോടുകൂടെ തന്നെ ആ കുട്ടീനെ എന്ത് ചെയ്യും, അപ്പുറത്തെ ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ ചെയ്യും. പിന്നെ ഈ കുട്ടിക്ക് ഇനി വേറെ ഏതെങ്കിലും ഒരു പൊതുപരീക്ഷ ക്ലാസ് എഴുതണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 5ൽ നിന്നാണ് കുട്ടിക്ക് പ്രൊമോഷൻ ചെയ്യണമെങ്കിൽ 5ൽ നിന്ന് ആർക്കാണ് ഇപ്പോൾ ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യണമെങ്കിൽ 7ാം ക്ലാസ്സിൽ ഈ കുട്ടിക്ക് ഇനി പൊതുപരീക്ഷ എഴുതണമെങ്കിൽ ഓഫീസിൽ നിന്ന് തന്ന ആ ലെറ്റർ അവിടെ അപ്ലോഡ് ചെയ്യണം. അതാണ് ഏറ്റവും മുകളിൽ എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തത് അതർ എന്ന് പറയപ്പെടുന്ന ആ സ്ഥാനത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ യോഗ്യതാ പരീക്ഷൻ്റെ ഫോം കൊടുക്കേണ്ടത്. ക്ലാസ് 5 സർട്ടിഫിക്കറ്റ് എന്നുള്ളത് കൊടുക്കുന്നത്, അത് നമ്മൾ 6ാം ക്ലാസ്സിൽ ഒരു കുട്ടിനെ 6ാം ക്ലാസ്സിലേക്ക് ഒരു കുട്ടിനെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ 5ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ അതർന്ന് കൊടുത്താൽ അതിന് നേരെ താഴെ ചൂസ് ഫയൽ എന്നൊരു ഓപ്ഷൻ കാണിക്കും. ഇതിൽ പോയിട്ട് നമ്മളൊരു യോഗ്യതാ പരീക്ഷ ഇവിടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടാകും. യോഗ്യതാ പരീക്ഷ അത് നമ്മളവിടെ അപ്ലോഡ് ചെയ്ത്, ഈ യോഗ്യതാ പരീക്ഷൻ്റെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോമിൽ ഈ ഒരു ഭാഗം, ഈ ഇടത്ത് ഭാഗത്ത് രക്ഷിതാവ് പൂരിപ്പിക്കേണ്ടതാണ്, വലത്ത് ഭാഗത്താണ് സദർ മാലിന്യം പൂരിപ്പിക്കേണ്ടത്. അതിൽ ഇപ്പോൾ ഞാൻ 4ാം ക്ലാസ്സിലാണ് കുട്ടീനെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3ാം ക്ലാസ്സിലത്തെ പരീക്ഷയാണ് ആ കുട്ടിക്ക് നടത്തേണ്ടത്. അപ്പോൾ 3ാം ക്ലാസ്സിൽ ഏതൊക്കെ വിഷയമാണ് വരുന്നത് വെച്ചാൽ ആ വിഷയങ്ങൾക്കുള്ള പരീക്ഷ നടത്തിയിട്ട് കുട്ടിക്ക് ജയിക്കാനുള്ള മാർക്ക് ഉണ്ടെങ്കിൽ ആ മാർക്ക് അവിടെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ കുട്ടീനെ ഈ ഫോം അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതിൽ മദ്രസ കമ്മിറ്റി സദർ മുഅല്ലിമൊക്കെ ഒപ്പിടണം. ഒക്കെ ഒപ്പിട്ടിൻ്റെ ശേഷമാണ് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതാണ് യോഗ്യതാ പരീക്ഷൻ്റെ ഫോം. ഇനി ഇതിൽ കാണുന്ന എല്ലാ വിഷയങ്ങൾക്കും മാർക്ക് ഇട്ട് കൊടുക്കാൻ നിൽക്കണ്ട. ഇത് നമ്മൾ 2ാം ക്ലാസ് മുതൽക്ക് 12ാം ക്ലാസ് വരെ ഏത് കുട്ടിയുടെ വിഷയങ്ങളും ഇതിലുണ്ടാവും. അപ്പം ഇനി എക്സ്ട്രാ ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവിടെ വെട്ടിയിട്ട് ആ വിഷയം അവിടെ എഴുതി കൊടുത്താലും മതി. അപ്പോൾ ആ കുട്ടിക്ക് ഏതൊക്കെ വിഷയം ഉണ്ടോ അതിന് മാത്രം മാർക്ക് ഇടുക, ബാക്കിയുള്ളതിൻ്റെ മേലെ ഒന്ന് വെട്ടി കൊടുത്താൽ മതി. അപ്പോൾ അതാണ് യോഗ്യതാ പരീക്ഷൻ്റെ ഫോം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതവിടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടിഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ആഡ് എന്ന് പറയപ്പെടുന്ന ഓപ്ഷൻ കാണാം. അങ്ങനെ ജസ്റ്റ് ഞാൻ ആഡ് കൊടുത്ത് ഇപ്പോൾ ഡാറ്റ സേവ്ഡ്, ഇപ്പോൾ യോഗ്യതാ പരീക്ഷൻ്റെ ഫോം മുഖേന കുട്ടി എന്തായി, അതിൽ ആഡായി. ഇപ്പോൾ ഇനി അത് നമുക്ക് 2 ദിവസം കഴിഞ്ഞാലേ അത് അപ്രൂവ് ആവുള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് പോലും നോക്കിയിട്ടേ പോലെ അപ്രൂവ് ചെയ്യുള്ളൂ. അതുപോലെ ഇപ്പോൾ നമ്മളെ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ സ്കോളർഷിപ്പ് എക്സാമിന് പിന്നെ അപേക്ഷിക്കേണ്ട രൂപത ഇവിടെ ഉണ്ട്. അപ്ലൈ നോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. ഇതിൽ ഇങ്ങനെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മദ്രസൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെക്കൻഡറി ഹയർ ടോട്ടൽ സ്റ്റുഡൻറ്റ്, ഇതിൽ കുട്ടീൻ്റെ പേര്, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ഇവിടെ ഇതെന്താണ് അക്കാദമിക് ലെവല് 7th സ്കൂൾ അല്ലെങ്കിൽ SSLC. അതിൻ്റെ നേരെ താഴെ കാണാം തമിഴ്, കന്നഡ, മലയാളം, ഇംഗ്ലീഷ്. അതിൽ ഏതാച്ചാൽ സെലക്ട് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, രജിസ്റ്റർ എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഉമർ അലി ശിഹാബ് തങ്ങളുടെ ആ ഒരു പിന്നെ അവാർഡിന് വേണ്ടിയിട്ട് നമുക്ക് കുട്ടികളെ അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ നമ്മളെ നിങ്ങൾ ഏത് വീഡിയോ കാണുകയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം, ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സ് എപ്പോഴും നോക്കണം നമ്മൾ. കാരണം ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നമ്മളത് ആ കമൻറ്റ് ബോക്സിൽ പ്രത്യേകമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല ഡൗട്ട് വരികയാണെങ്കിൽ നേരെ കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കുക. അപ്പോൾ അതിൽ എന്തെങ്കിലും ഇപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ ടൈപ്പ് ചെയ്തിട്ട് വിട്ടിട്ടുണ്ടാകും. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് യോഗ്യതാ പരീക്ഷ വെച്ചിട്ട് കുട്ടികൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.